പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈലിൽ വന്നിട്ടുള്ള ഫയലുകളെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് അതിൽ നിന്ന് തരംതിരിച്ചെടുക്കാം. ആവശ്യമില്ലാത്ത ഫയലുകൾ അതല്ലെങ്കിൽ ഒരുപോലത്തെ ഫയലുകൾ ഒന്നിൽ കൂടുതൽ തവണ നമ്മുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് വഴിയോ മറ്റു സോഷ്യൽ മീഡിയ വഴിയോ അതല്ലെങ്കിൽ നമ്മുടെ ക്യാമറ കൊണ്ട് എടുത്തതോ എങ്ങനെയാണെങ്കിലും നമുക്ക് അത്തരം ഫയലുകളിൽ നിന്നും ഒരെണ്ണം മാത്രം ബാക്കി ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. അതിനൊരു ആപ്ലിക്കേഷൻ നമുക്ക് ആവശ്യമാണ്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് തുറന്ന് നോക്കാം. ആപ്ലിക്കേഷൻ്റെ പേര് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ക്ലീനർ എന്നാണ്. അപ്പോൾ നമ്മളതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർഫേസ് ലഭിക്കുന്നത്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് സ്കാൻ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇതൊന്ന് അനാലിസിസ് ചെയ്യുന്നുണ്ട്. അല്പം കഴിഞ്ഞ് ലോഡായി വരുമ്പോൾ ഇതുപോലെ ധാരാളം ഓപ്ഷൻസ് നമുക്ക് ചിത്രങ്ങളായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ടിക്ക് മാർക്ക് ഉള്ളതൊക്കെ ഒരെണ്ണം അതിൽ ബാലൻസ് ഉണ്ടാവും. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ താഴെ കാണുന്ന ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഒരു പോപ്പ് ബോക്സ് സ്ക്രീനിൽ വരും. അത് നമ്മൾ യെസ് കൊടുക്കുക. അപ്പോൾ ആ ഫയലുകളൊക്കെ ഡിലീറ്റായി പോയി. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഡിലീറ്റായി പോയിട്ടുണ്ട്. അതിൻ്റെ ഒരെണ്ണം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മളത് ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് തൊട്ടടുത്ത് കാണുന്ന ഓഡിയോ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അല്പം സമയം എടുക്കുന്നുണ്ട്, കാത്തിരിക്കുക. ഓക്കെ, നോ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫയലുകളൊന്നും ഇല്ല. അതുപോലെ നമുക്ക് വീഡിയോ ഡ്യൂപ്ലിക്കേറ്റ് ഡോക്സ് അതുപോലെ തന്നെ APK ഫയലുകൾ നമുക്ക് അങ്ങനെ പലതും നമുക്ക് ഇതിൽ ചെയ്യാവുന്നതാണ്. താഴെ ആപ്പ് സെറ്റിങ്സ് ഉണ്ട്. ഇതിൽ ഈ കാണുന്നതൊക്കെ എനേബിൾ ആയിരിക്കും ഓട്ടോമാറ്റിക്കലി. നിങ്ങളതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ സ്റ്റോറേജ് ഡിവൈസ് വേണമെങ്കിൽ മാറ്റാം. നമുക്ക് മെമ്മറി കാർഡ് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ SD കാർഡിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇൻറ്റേർണൽ സ്റ്റോറേജിലാണുള്ളത്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോൾഡർ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഇവിടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് മാത്രമാണ് ഞാനിവിടെ സ്കാൻ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻ്റർഫേസിലേക്ക് വീണ്ടും പോകുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു. താങ്ക് യു.